അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുദ്ധം ലോകത്ത് അനേകർക്ക് കണ്ണീര് നൽകിയ ദുരന്ത പാഠങ്ങളാണ്, ചിത്രങ്ങളാണ്. എത്രയെത്ര കുടുംബങ്ങളെയാണ് ഈ യുദ്ധ ഭീകരത ബാധിച്ചത്. എത്രയെത്ര മക്കളാണ്, സന്താനങ്ങളാണ് യതീമുകളായത്. എത്രയെത്ര സ്ത്രീകളാണ് വിധവകളായത്. നാദർ നഷ്ടപ്പെട്ട എത്രയെത്ര കുടുംബങ്ങളാണ്. ഗൃഹനാഥർ നഷ്ടപ്പെട്ടതുകൊണ്ട് കണ്ണീരിൻ്റെ കഴുത്തിലേക്ക് ആപതിച്ചു പോയവർ എത്രയെത്രയാണ്. എത്രയെത്ര നാടുകളാണ്, അവരുടെ സാംസ്കാരിക തനിമകളാണ് നഷ്ടപ്പെട്ടു പോയത്. ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, മത സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു വ്യാപാര സമുച്ചയങ്ങൾ, നാഗരികതകളെ ഉണർത്തുന്ന ഒട്ടനേകം ചരിത്ര സ്മാരകങ്ങൾ, പൈതൃകങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി സ്തൂപങ്ങളും ചരിത്ര സ്മാരകങ്ങളും യുദ്ധങ്ങളിൽ തകർന്നു വീഴുന്നു. ഒരു സംസ്കൃതി തന്നെയാണ് അതോടുകൂടി വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്നത്. നിലനിൽക്കുന്ന സംസ്കാരങ്ങളെയും എക്കാലത്തെ നാഗരികതയെയും ഓർമ്മപ്പെടുത്തിയ ഒട്ടനേകം പൈതൃക സ്മരണകൾ ഓർക്കുന്ന നാടുകൾ ഒരു യുദ്ധത്തിൻ്റെ ഭീകരതയോടുകൂടെ ആ സംസ്കാരങ്ങളെല്ലാം തച്ചുടക്കപ്പെടുന്നുണ്ട്. അതിലേറെ വലിയ പ്രയാസകരമേറിയ കാര്യം, ഒരുപാട് കുടുംബങ്ങൾ യുദ്ധങ്ങളിലൂടെ നേരിടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഈ യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ തീർച്ചയായും അവരുടെ മക്കൾക്ക് പിന്നീട് നാഥരില്ലാതെയാവുകയാണ്. തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. വീടുകൾ നഷ്ടപ്പെട്ട് എവിടെ അന്തിയുറങ്ങും. എത്രയോ കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്വപ്ന സൗധങ്ങൾ, വീടുകൾ ഒരു നിമിഷാർദ്ധങ്ങളെ കൊണ്ട് തകർന്നു വീഴുന്നത് കണ്ട് നിസ്സഹായരായി തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അവർ നോക്കി നിൽക്കുന്നത് എത്രയെത്ര ദുരന്ത കാഴ്ചകൾ. ഐലൻഡ് കുർദി അടക്കമുള്ള ലോകത്ത് നമ്മേയേറെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുമ്പിലുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ റിപ്പോർട്ടിംഗ്, അതിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിലേറെ നൊമ്പര ചിത്രങ്ങളാണ് എക്കാലത്തും യുദ്ധങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അതിലൂടെ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഭീതിതമായ ചിത്രങ്ങളും, ജപ്പാനിലടക്കം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ യുദ്ധത്തിലുണ്ടായ കെടുതികൾ, ഇപ്പോഴും അതിൽ നിന്ന് മുക്തമാകാത്ത ഒട്ടനേകം രാജ്യങ്ങളുണ്ട്. ഫലസ്തീൻ നമുക്ക് പാഠമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധാന്തരീക്ഷങ്ങൾ അതുകൊണ്ട് ആ നാടിനു മാത്രമല്ല, പല നാടുകളിലും ഒരു നാടിൽ യുദ്ധം അതിൻ്റെ ഭീകരത വിതക്കുമ്പോൾ ആ നാടിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എത്രയെത്ര രാജ്യങ്ങളാണ് അതുമൂലം പ്രയാസമനുഭവിക്കുന്നത്. യുദ്ധം ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ ആവാതിരിക്കട്ടെ. അത്യാവശ്യങ്ങൾക്കു തന്നെ പരമാവധി നയതന്ത്ര ബന്ധങ്ങൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് നല്ല ഒരു രമ്യതയിൽ എത്തുന്ന രീതിയിലാവട്ടെ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. യുദ്ധം ഒരു കാലത്തും ആർക്കും ഒരു തരത്തിലുമുള്ള സന്തോഷവും നൽകുന്ന കാര്യമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.